മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ഗോകുലുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖാണ്. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നന്നായിട്ട് ബ്രോ എന്താണ് ഡിഫൻസിൽ പ്രശ്നം? ഇത് ഒരുപാട് കളിയിൽ 2-0 ലീഡിലേക്ക് എത്തുന്നു, 3-0 ലീഡിലേക്ക് എത്തുന്നു. പക്ഷെ അനാവശ്യമായിട്ട് വളരെ ഈസി ആയിട്ടാണ് ഓപ്പോസിഷൻ അടിക്കുന്നത്. ഇപ്പൊ ഇന്നലത്തെ കളി തന്നെ നോക്കിയാൽ 2-0 ലീഡ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ പെട്ടെന്ന് അവർ കംബാക്ക് അടിച്ചു, 4-2 ജയിച്ചു. ബ്രോയുടെ അഭിപ്രായത്തിൽ എന്താണ് പ്രശ്നം? ഡിഫൻസ് കംപ്ലീറ്റ്ലി പോയ മട്ടാണ്. വളരെ ഭയങ്കര ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സോ ഡിയാസ് ഉള്ള സമയത്ത് കുറച്ചെങ്കിലും ഒന്ന് സോൾഡിഫൈ ആയിട്ട് തോന്നി ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ റൂബൻ ഡിയാസ് കയറിയതിന് ശേഷം വളരെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ഒരു ലേറ്റ് 20s ഒരു മിഡ്ഫീൽഡർ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഡിഫൻസിന്റെ ഇഷ്യൂ വരുന്നത്. സോ ഇറ്റ്സ് മെയിനായിട്ട് ഡിഫൻസ് മാത്രമല്ല ഇഷ്യൂ വരുന്നത്, ആ മിഡ്ഫീൽഡിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് ആ ഡിഫൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു വിൻഡോയിൽ ഒരു മിഡ്ഫീൽഡർ നമ്മൾ പ്രോപ്പർ ഒരു മിഡ്ഫീൽഡർ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നടത്തിയ സൈനിങ്സ് കൊണ്ട് വലിയൊരു മെച്ചം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഒരു മിഡ്ഫീൽഡ്. കാരണം ഇപ്പോൾ കോവച്ചിച്ച് പക്ഷേ എനിക്ക് തോന്നുന്നു കളിക്കുമ്പോഴൊക്കെ ആൾ നല്ലൊരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ 45-60 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾ തളരും. ആ ഒരു ടൈം പീരീഡ് വരെ ആൾ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടോഗനാണെങ്കിൽ തീരെ ആള് കംപ്ലീറ്റ്ലി ഔട്ടായി കഴിഞ്ഞൊരു സിറ്റുവേഷനാണ്. മേ ബി ഇപ്പോൾ റോഡ്രിഗ ഉള്ള പ്രസൻസ് ആണെങ്കിൽ മേ ബി ഗുണ്ടോഗനൊക്കെ ഒരു പെർഫോം ചെയ്തേനെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഗുണ്ടോഗനൊന്നും ശരിയാവില്ല. സോ എന്താണെങ്കിലും ഒരു മിഡ്ഫീൽഡ് അഡീഷൻ ഈ ഒരു വിൻഡോയിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സീസൺ ടോപ്പ് 4 എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അതെ, ഇപ്പോൾ സൈനിങ്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർമുഷ് ഉണ്ട്, കൊളസോവിനെ സൈൻ ചെയ്തിട്ടുണ്ട്, വിക്ടർ റീസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടോപ്പ് സ്കോററും ഗോളും അസിസ്റ്റും എല്ലാ വിധത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ 1-2 മത്സരം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-6 ഗോളൊക്കെ സ്കോർ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു പതുക്കെ ട്രാക്കിലേക്ക് വരികയാണെന്ന്. അപ്പോൾ അതുപോലുള്ള ഒരു 2 പെർഫോമൻസ് വന്നിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്ലേയേഴ്സിനെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുള്ള ഡിഫറൻസ് കാണാൻ പറ്റുമോ? പിന്നെ അത് ഡിഫൻസ് ഇപ്പോൾ നമ്മളുടെ മർമൂഷ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 പ്ലെയേഴ്സും യങ്സ്റ്റേഴ്സാണ്. അതിലിപ്പം കുസനോവുമാണ് കുറച്ച് യൂറോപ്യൻ എക്സ്പീരിയൻസ് ഉള്ളത്. സോ ഈ 2 പ്ലെയേഴ്സ് ഈ ഒരു ടീമിലോട്ട് വരുമ്പോൾ എത്ര പെട്ടെന്ന് അഡാപ്റ്റ് ആവും കാര്യങ്ങളൊന്നും അറിയില്ല. മേ ബി മർമൂഷ് എനിക്ക് തോന്നുന്നു ചെൽസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്താലും ഒരു സർപ്രൈസ് അല്ല. സോ എസ്പെഷ്യലി മേ ബി കുസനോവൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം UCL അടുത്ത മാച്ച് ഉള്ളത് കൊണ്ട് മാക്സിമം പ്ലേയേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത്, കാരണം ഒരു മസ്റ്റ് വിൻ മാച്ചാണ് ഇപ്പോൾ നെക്സ്റ്റ് UCL ഗെയിം എന്ന് പറഞ്ഞാൽ. സോ അതിൽ എത്രത്തോളം ന്യൂ അഡീഷൻസ് ആരൊക്കെ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല. സോ മർമൂഷ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ ടീമിനെ ഓവറോൾ അത് സ്റ്റെബിലൈസ് ആക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴൊരു കൺഫ്യൂഷനാണ്. സോ ഒരു മിഡ്ഫീൽഡ് അഡീഷൻ എന്താണെങ്കിലും വരണം എന്നാണ്. മിഡ്ഫീൽഡ് പ്ലസ് ഫുൾ ബാക്ക് അഡീഷൻ വേണം. കാരണം കൈൽ വാക്കർ പോയൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്യാമ്പിയാസോ അല്ലേ ഇവൻറ്റസിൻ്റെ ആ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. സോ ആ ഒരു പ്ലെയർ അതേ പ്ലസ് ഡഗ്ലസ് ലൂയിസ് ആയിട്ടൊരു ലിങ്ക് വരുന്നുണ്ട്. സോ മേ ബി ഡഗ്ലസ് ലൂയിസ് ഒരു അപ് ടു എൻ എക്സ്റ്റെൻഡ് മേ ബി നമുക്കൊരു സൊല്യൂഷൻ ആയിരിക്കാം മിഡ്ഫീൽഡിൽ. സോ അതുപോലെ 2 സൈനിങ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒരു കാരണം ഈ ഒരു സീസൺ എൻഡ് വരെ നല്ലൊരു ടോപ്പ് 4 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് സമ്മറിലാണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും ടീം കുറച്ചും കൂടെ ഒന്ന് സോളിഡ് ആവണം. സോ അതുകൊണ്ടായിരിക്കാം മേ ബി വിൻ്ററിൽ അവർ കൂടുതൽ നമ്മളെന്താ വെച്ചാൽ ബോർഡ് കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നു സൈനിങ്സിന് വേണ്ടി. സമ്മർ വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ സൈനിങ്സ് നടത്തിയ ഒരു 6 months പീരിയഡിൽ ആ ന്യൂ സൈനിങ്സ് അഡാപ്റ്റ് ആവും. സോ ക്ലബ് വേൾഡ് കപ്പ് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം വിൻ്റർ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വിൻഡോ. ഓക്കെ, അപ്പോൾ ഫോർഡൻ എസ്പെഷ്യലി ഇപ്പോൾ ഡിബ്രോയിൻ തിരിച്ചു വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു, ഞാൻ വെച്ച് ഫോർഡൻ ഫോമിലേക്ക് എത്തി. പുള്ളി 2 ഗോളൊക്കെ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഗോൾ ഇഷ്യൂസ് ഒന്ന് മാറിയിട്ടുണ്ട്. ഡിബ്രോയിൻ 2 അസിസ്റ്റൊക്കെ കൊടുത്ത് പുള്ളി പതുക്കെ ഫോമിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എല്ലാവരും പറയുന്നത് ഏജിങ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. കെയിൽ വാക്കർ മാത്രമല്ല, ഇപ്പോൾ ബെർണാർഡോ സിൽവ, ഗുണ്ടുവൻ,
ഇവരൊക്കെ എത്രത്തോളം ഇനി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കറിയില്ല. അവരൊക്കെ ഗ്രേറ്റ് പ്ലെയേഴ്സ് ആണ്. പക്ഷേ ഇപ്പോൾ ക്രൂഷ്യൽ മത്സരങ്ങളിൽ വരുമ്പോൾ ഒരു 90 മിനിറ്റ്സ് കളിക്കുക അല്ലെങ്കിൽ 120 മിനിറ്റ്സ് കളിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഏജിങ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഇപ്പോൾ 34 വയസ്സായിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അവരെ പതുക്കെ ടീമിൽ നിന്ന് മാറ്റി ഈ യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും പെപ്പിന്റെ ഏറ്റവും വലിയൊരു ജോലി. പക്ഷെ അവര് ഇപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ റിസൾട്ട് വരുമ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് തോന്നില്ലേ? ഇപ്പൊ സീനിയർ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മിക്ക പ്ലേയേഴ്സും നമ്മൾ ടീമിൽ നിന്ന് ഒരു മേ ബി ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കുന്നതിൽ നിന്ന് മാറിക്കോ. ഇപ്പൊ എസ്പെഷ്യലി ബെർണാഡോ സിൽവ മിക്ക മാച്ചസ് ആണെങ്കിലും കണ്ടതിൽ വെച്ചപ്പോൾ ഇപ്പം നമ്മള് പെപ്പിന്റെ സിസ്റ്റത്തിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ഇത്രയും കാലത്തോളം ബെർണാഡോ സിൽവ. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ സീസൺ നോക്കി കഴിഞ്ഞാൽ മിക്ക പെർഫോമൻസും വളരെ മോശമാണ്. ഇപ്പൊ എസ്പെഷ്യലി ഇന്നലെയും വളരെ മോശമായിരുന്നു. സോ ബെർണാഡോ സിൽവ അത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്തൊരു പ്ലെയർ ആണ്. നമ്മുടെ ഒരു മേ ബി നല്ലൊരു അത്യാവശ്യം ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഒക്കെ വരാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ഓവറോൾ ഗെയിമിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തൊരു പ്ലെയർ ആണ്. സോ അതുപോലെ തന്നെ ഗുണ്ടോഗന്റെ കംബാക്ക് വളരെ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് വളരെ മോശമായിട്ടായിരുന്നു ഇതുവരെ നടന്നത്. സോ സീനിയർ പ്ലേയേഴ്സ് നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യേണ്ട സമയം ആയി കഴിഞ്ഞു. സോ മോസ്റ്റ്ലി ഈ ഒരു സമ്മറിൽ മേ ബി ഗുണ്ടോഗൻ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഡിബ്രോയിൻ, ബെർണാഡോ സിൽവ അറിയില്ല. സോ മേ ബി ബെർണാഡോ ഒരിക്കലും ഒരു ഇനി ടീമിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് ഈ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. മേ ബി ഒരു സ്ക്വാഡ് റൊട്ടേഷൻ പ്ലേയേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സ് ആയിട്ട് കുറച്ച് ഒരു 1 or 2 സീസൺസ് വെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ്. സോ അത് ആ ഒരു പൊസിഷനിൽ ഇനി വേറെ മിഡ്ഫീൽഡ് അഡീഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്. സോ ഇനി ആ ഒരു പ്രോപ്പർ റീബിൽഡിന്റെ ടൈമാണ് ആക്ച്വലി 2025. ഇപ്പോൾ ഈ സമ്മർ വിൻഡോയിലും കൂടെ കുറച്ച് അഡീഷൻസ് വരുത്തി കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു നമ്മൾ ആ 2017 വന്ന റീബിൽഡിനെ പോലെ ഒരു മാസീവ് റീബിൽഡിന്റെ ഒരു സമയമാണിത്. ഒരുപാട് ഏജിങ് പ്ലേയേഴ്സിനെ ഒഴിവാക്കി പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരും. റൈറ്റ്. ഇപ്പൊ ഞാൻ എഡേഴ്സിനെ പറ്റിയിട്ടൊന്ന് ചോദിക്കണം. കാരണം പുള്ളിയുടെ റിഫ്ലെക്സും മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കണ്ടിട്ടുള്ള എഡേഴ്സിനല്ല ഇപ്പൊ കാണുന്നത്. പണ്ട് പുള്ളി ഇൻഡിവിജ്വൽ ആയിട്ട് 1-on-1 സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കളിയിൽ സേവ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബാർക്കോളയുടെ രണ്ടാമത്തെ ഗോളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി റിഫ്ലക്റ്റ് ആയിട്ട് എണീച്ചിട്ട് വീണ്ടും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടായിരുന്നു. പിന്നെ നവാസിന്റെ ആ ഒരു ഹെഡർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അങ്ങോട്ട് മൂവ് ചെയ്യണമായിരുന്നു. പക്ഷെ ആ ഗ്രൗണ്ട് ഷോട്ട് അതിനെ കൊണ്ട് പുള്ളിക്ക് പിടിക്കാൻ പറ്റിയില്ല. ഇതുപോലെ 2-3 ഇൻസിഡന്റ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കാണുന്നുണ്ട്. പുള്ളിക്ക് പകരം ഒരു പുതിയ ഗോൾ കീപ്പർ നിങ്ങൾ സൈൻ ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണോ എക്സ്പ്ലോർ ചെയ്യുന്നത്? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇപ്പം അങ്ങനെ ഞാൻ ഒരുപാട് റൂമേഴ്സ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അറിഞ്ഞത് വെച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ന്യൂ ഗോൾ കീപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള സെർച്ചിലാണെന്നാണ് കണ്ടത്. കാരണം എഡേഴ്സൺ പോലുള്ള ഒരു ഗോൾ കീപ്പറെ കിട്ടാൻ ആ ഒരു ആട്രിബ്യൂട്ട്സുള്ള ഗോൾ കീപ്പറെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് ഇപ്പോൾ ഒരു വാക്കറിനൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ്. സോ ആ ഒരു പേസി ആയിട്ടുള്ള ഒരു ഫുൾ ബാക്ക് അങ്ങനെ നമുക്കങ്ങനെ ഇല്ല. സോ അതുപോലെ തന്നെയാണ് എഡേഴ്സന്റെ കാര്യം. സോ അതുപോലെ വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ ഒരു ഇപ്പോഴത്തെ അബിലിറ്റീസിൽ. മേ ബി അലിസൺ കഴിഞ്ഞാൽ വേറെ അങ്ങനെ ഒരു ഗോൾ കീപ്പേഴ്സ് കുറവാണ്. സോ അങ്ങനത്തെ ഒരു ഗോൾ കീപ്പർ ഹണ്ട് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. മേ ബി ഒരു സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഈ ഒരു സമ്മർ വിൻഡോ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ റൂമേഴ്സ് ഒക്കെ വരാമെന്ന് വിചാരിക്കും. കാരണം ഇപ്പം നമ്മൾക്കുള്ള ക്രൂഷ്യൽ ഏരിയാസ് എന്ന് പറയുന്നത് വേറെ പലതുമാണ്. സോ ആ ഒരു ഏരിയാസ് ഫില്ല് ചെയ്തിട്ടായിരിക്കാം ഇനി എഡേഴ്സൺ ഗോൾ കീപ്പിംഗ് സിറ്റുവേഷനിലോട്ട് മൂവ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഒർട്ടേഗ എനിക്ക് തോന്നുന്നില്ല ഒരു നമ്പർ 1 ചോയ്സ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുമെന്ന്. സോ ഒർട്ടേഗിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗോൾ കീപ്പർ ആയിട്ട് വേണ്ടി വരും. സോ എഡേഴ്സൺ ലെവലിലോട്ട് ഒർട്ടേഗ എത്തിയിട്ടില്ല. മേ ബി സേവിങ്സ് ഒക്കെ എത്തുമായിരിക്കും. പക്ഷെ നമ്മളുടെ ഗെയിം സ്റ്റൈലിലൊന്നും എഡേഴ്സന്റെ ആ സ്റ്റാൻഡേർഡ് ഒർട്ടേഗയ്ക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ മേ ബി നെക്സ്റ്റ് സമ്മർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു റൂമേഴ്സും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റീക്കോ ലൂയിസിനെ പറ്റിയിട്ടും വാർഡിയോളിനെ പറ്റിയിട്ടുമാണ്. സോ വാർഡിയോൾ ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളി യങ്സ്റ്റർ ആണ്, ഇനിയും ഡെവലപ്പായി വരേണ്ടതുണ്ട്. ഇന്നലെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഒക്കെ വാർഡിയോളിന്റെ സൈഡിൽ നിന്ന് വന്നു. പക്ഷേ 1-on-1 സിറ്റുവേഷനൊക്കെ വരുമ്പം ആ ഒരു ഓൺ ഗോൾ എന്ന് പറയാൻ പറ്റില്ല. പുള്ളിയുടെ ലാസ്റ്റ് ടച്ച് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു റാമോസിന്റെ ഗോൾ അലോ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുള്ളത്.
ചിലപ്പോൾ 1-on-1 സിറ്റുവേഷനിൽ വരുമ്പോൾ പുള്ളി പാനിക് ആയിട്ട് മിസ്റ്റേക്സ് കാണിക്കാറുണ്ട്. അവിടുന്ന് ഡ്രിബിൾ ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇപ്പൊ റീക്കോ ലൂയിസിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒഫൻസീവ്ലി പുള്ളി ചിലപ്പോൾ പുള്ളി കമ്മിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. അപ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് എക്സ്പ്ലോർട്ട് ചെയ്തുകൊണ്ട് ഓപ്പോസിഷന്റെ കൗണ്ടർ വരാറുണ്ട്. പിന്നെ ഒന്നും ചെയ്യാത്ത സിറ്റുവേഷനാണ്. ഈ രണ്ട് പ്ലേയേഴ്സിനെയും ഒരു ഡെവലപ്പ് ചെയ്തെടുത്താൽ അടുത്ത സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിയാവും. അല്ലെങ്കിൽ ബ്രോഡ് അഭിപ്രായം എന്താണ്? ഇതൊരു ടൈമിംഗ് ഇഷ്യൂ ആണോ ഇപ്പോൾ? എനിക്ക് റിക്കോ ലൂയിസ് എന്ന് വെച്ചാൽ യങ്സ്റ്ററാണ്. ഇപ്പോൾ ടീം ഓൾറെഡി മൊത്തത്തിൽ ആ ഒരു മൊറാൽ കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് സോ ഈ ഒരു ടൈമിൽ എസ്പെഷ്യലി ആ ഒരു ഏജിലുള്ള ഒരു പ്ലെയർ ആകുമ്പോഴും മേ ബി അവരുടെ പെർഫോമൻസും നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ സീസണൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്ലെയറാണ്. ഡിഫെൻസീവ്ലി ആൾ ഫിസിക്കാലിറ്റി ഒന്നൊക്കെ കുറവാണ്. സോ അതൊക്കെ ഒന്ന് ഏജൊക്കെ ആകുമ്പോൾ മേ ബി ഡിഫെൻസീവ്ലി കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ആയിട്ടാണ് കണ്ടത്. സോ മേ ബി ഒരു ഏജ് ഇഷ്യൂ ആയിരിക്കാം റിക്കോ ലൂയിസ്. അപ്പോൾ ഒരു മേ ബി 1 or 2 സീസൺസ് നമ്മൾ ഒരു സെറ്റ് ടീമിന്റെ കൂടെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആള് മേ ബി ഒരു കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് മാറും. ഇപ്പം ഫോർഡനൊക്കെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് മാറും വിചാരിക്കും. സോ അതുപോലെ ഗ്വാർഡിയോൾ എന്ന് പറയുന്നതും ഗ്വാർഡിയോൾ കുറേ സ്ഥലത്ത് സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെ ക്രൂഷ്യൽ ഏരിയാസ് സിറ്റുവേഷൻസിൽ വന്നിട്ട് ഗോൾ മിസ്സാക്കുന്ന കുറേ ഏരിയാസ് സിറ്റുവേഷൻ ഇപ്പം നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോട്ട് അതുപോലെയായിരുന്നു. എല്ലാ സമയത്തും സോളിഡ് ആയിരിക്കും. സോ ആ ഒരു UCL ക്രൂഷ്യൽ ഗെയിംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. അതിൽ എറർ വന്ന് ഗോൾ വന്നിട്ടേക്ക് നമ്മൾ ചിലപ്പോൾ ഔട്ടായി പോകുന്നത്. സോ ഗ്വാർഡിയോള എനിക്ക് ആ ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് പോലെ തോന്നുന്നു. ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്. പല പൊസിഷൻസ് കളിക്കാൻ പറ്റും ഡിഫൻസിൽ. സോ ബട്ട് അങ്ങനെ ആ ഒരു ഫൈനൽ ആ ഒരു ക്രൂഷ്യൽ ഗെയിമിലും ക്രൂഷ്യൽ എറേഴ്സൊക്കെ എറർ പ്രോൺ ആയിട്ടുള്ള ടൈപ്പ് ഒരു പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത്. സോ അറിയില്ല ഇനിയിപ്പം ബാക്കിയുള്ള ഏരിയാസൊക്കെ നമ്മളൊന്ന് റീബിൽഡ് ചെയ്ത് സെറ്റ് ആകും. കാരണം യങ് ആണ്. സോ ഒരുപാട് ഏജ് ഇല്ല. ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. സോ അങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ മേ ബി റെഡി ആവും എന്ന് കരുതുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നിങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുന്നു. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു. ബൈ. ഓക്കെ, ബൈ. ടേക്ക് കെയർ.